സന്തോഷ് മാധവൻ വിവാദ ഭൂമിദാന കേസിൽ വിജിലൻസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. മുൻ മന്ത്രിമാരായ അടൂർ പ്രകാശിനെയും PK കുഞ്ഞാലിക്കുട്ടിയെയും പ്രതികളാക്കിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. വിവരങ്ങളുമായി ഷീജ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഷീജ, മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. അതിൽ മുൻ മന്ത്രിമാർ പ്രതികളും എന്തൊക്കെ? അജിംഷാദ്, സന്തോഷ് മാധവന് മിച്ചഭൂമി നൽകിയ കേസിൽ മുൻ മന്ത്രിമാരായിട്ടുള്ള അടൂർ പ്രകാശിനും PK കുഞ്ഞാലിക്കുട്ടിക്കും എതിരെയാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം വിജിലൻസിന്റെ പ്രത്യേക അന്വേഷണ സംഘം 2, അതായത് DYSP RD അജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവർ മൂവാറ്റുപുഴ കോടതിയിൽ എഫ്ഐആർ സമർപ്പിക്കുന്നതായിരിക്കും. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിൽ മുൻ മന്ത്രിമാരായിട്ടുള്ള അടൂർ പ്രകാശും PK കുഞ്ഞാലിക്കുട്ടിക്കുമെതിരെ കേസെടുത്ത് അന്വേഷിക്കാൻ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവിട്ടിരുന്നത്. പ്രത്യേകിച്ചും അവർ പറഞ്ഞിരുന്നത് ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് നൽകിക്കൊണ്ട് 112 ഏക്കർ മിച്ചഭൂമിയിൽ പാർക്കിന് അനുമതി നൽകി എന്നുള്ളതായിരുന്നു കേസ്. ഇതിൽ വിജിലൻസ് ജഡ്ജി P മാധവനായിരുന്നു ഇത്തരത്തിൽ ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനായി ഉത്തരവിട്ടിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ വിജിലൻസിന്റെ പ്രത്യേക അന്വേഷണ സംഘം 2 എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവർ അല്പസമയത്തിനകം തന്നെ മൂവാറ്റുപുഴ കോടതിയിൽ ഇതിന്റെ എഫ്ഐആർ സമർപ്പിക്കുന്നതായിരിക്കും. ശരി ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ഭൂമിദാന കേസിൽ സന്തോഷ് മാധവൻ വിവാദ ഭൂമിദാന കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. മുൻ മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടിയും അടൂർ പ്രകാശും പ്രതികൾ. ഇതിന്റെ വിവരങ്ങളാണ് ഷീജ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടണമെന്ന സുപ്രീം കോടതിയും ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന് PTA ഹർജിയും തള്ളിയിട്ടുണ്ട്. ജൂൺ 8-നകം സ്കൂൾ പൂട്ടണമെന്ന് സുപ്രീം കോടതി. വിവരങ്ങളുമായി വിനിഷ വൃന്ദാവൻ ചേരുകയാണ്. വിനിഷ, കോടതി വിധി എത്തിക്കഴിഞ്ഞു, മറ്റന്നാൾ പൂട്ടണം. ഉദ്യോഗസ്ഥർ അത് പാലിച്ചില്ലെങ്കിൽ അത് കോടതി അലക്ഷ്യമായി എടുക്കും എന്നൊക്കെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ അവിടുത്തെ വിവരങ്ങൾ കൂടി? അത് തീർച്ചയായും വിധി വന്ന ഒരു ഞെട്ടലിൽ തന്നെയാണ് സ്കൂളിലെ വിദ്യാർത്ഥികളും ഒപ്പം നാട്ടുകാരും സ്കൂൾ സംരക്ഷണ സമിതി പ്രവർത്തകരും. ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു കൂടിയാലോചനകളിലാണ് ഇപ്പോൾ സംരക്ഷണ സമിതി പ്രവർത്തകർ. ഏകദേശം 3 മണിക്ക് സംരക്ഷണ സമിതി പ്രവർത്തകരുടെ യോഗം സ്കൂളിൽ വിളിച്ചിട്ടുണ്ട്. ഈ ഒരു യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണ് സ്കൂൾ സംരക്ഷണ സമിതി പ്രവർത്തകരുടെ തീരുമാനം. ഈ ഒരു യോഗത്തിൽ മാത്രമേ ഇനി എന്ത് നടപടികൾ ചെയ്യാനാകും എന്ന തരത്തിലൊരു തീരുമാനമുണ്ടാകൂ. എന്ത് തന്നെ ആയാലും സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞു. എന്തായാലും സ്കൂൾ പൂട്ടണം തന്നെയാണ് സുപ്രീം കോടതിയുടെ വിധി. അത് മറികടക്കാൻ എന്ത് തന്നെ ആയാലും ആവില്ല. എന്നാൽ സർക്കാരിലാണ് ഇപ്പോൾ സംരക്ഷണ സമിതി പ്രവർത്തകരുടെ പ്രതീക്ഷ. സർക്കാരിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനാകുമെന്ന ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇന്ന് 3 മണിക്ക് സ്കൂളിൽ വെച്ച് സംരക്ഷണ സമിതി പ്രവർത്തകരുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. തങ്ങളുടെ ഒരു നിവേദനം എന്നുള്ള രീതിക്ക് ഈ ഒരു പരാതി സർക്കാരിൽ എത്തിക്കുക എന്നത് മാത്രമാണ് സ്കൂൾ സംരക്ഷണ സമിതി പ്രവർത്തകർക്ക് ഇനി ചെയ്യാനുള്ളത്. കഴിഞ്ഞ തവണ ഹൈക്കോടതി വിധി പ്രകാരം AEO സ്കൂൾ പൂട്ടാനായി സ്കൂളിൽ എത്തുകയും അത് വലിയൊരു പ്രതിഷേധത്തിലേക്ക് വഴിയുകയും ജനകീയ പ്രതിരോധം തീർത്ത് AEOയെ തിരിച്ചയക്കുകയുമായിരുന്നു. ഇനി അത്തരത്തിലൊരു പ്രതിരോധ നടപടികളും എന്തായാലും വിലപ്പോകില്ല. ജനങ്ങൾ പ്രതിരോധിച്ചാൽ തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതുള്ളത് കൊണ്ട് പോലീസിന്റെ സഹായത്തോടു കൂടി തന്നെ സ്കൂൾ പൊളിക്കാനാണ് സാധ്യത. അതിനാൽ തന്നെ നിയമത്തെ മറികടക്കാനാവില്ല. എന്നിരുന്നാലും സർക്കാരിന് ഇക്കാര്യത്തിൽ തങ്ങൾക്ക് അനുകൂലമായി സ്കൂൾ പൂട്ടാതിരിക്കാൻ, ഈ ഒരു സ്കൂളിന്റെ പ്രവർത്തനം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് സർക്കാരിനോട് ആരായാനാണ് സംരക്ഷണ സമിതി പ്രവർത്തകരുടെ ഒരു യോഗം 3 മണിക്ക് ചേരുന്നത്. ഈ ഒരു യോഗത്തിൽ മാത്രമേ സംരക്ഷണ സമിതി പ്രവർത്തകർക്ക് ഇനി എന്ത് ചെയ്യാനാകും എന്നതിന് ഒരു തീരുമാനമുണ്ടാകൂ. അതനുസരിച്ചാകും അവരുടെ നടപടി. ഏകദേശം 58 കുട്ടികളാണ് 58 കുട്ടികൾ തന്നെയാണ് മലാപ്പറമ്പ് AUP സ്കൂളിൽ ഈ അധ്യയന വർഷം അധ്യയനം നടത്തുന്നത്. ഈ ഒരു കുട്ടികളുടെ ആശങ്ക, സ്കൂൾ തുറന്നു കഴിഞ്ഞ് ഏകദേശം 6 ദിവസങ്ങൾ പിന്നിട്ടു. ഇനി 2 ദിവസങ്ങൾക്കുള്ളിൽ സ്കൂൾ അടച്ചുപൂട്ടണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഈ നിർദ്ദേശം പാലിക്കുകയാണെങ്കിൽ ഏകദേശം 58 കുട്ടികളുടെ ഭാവി ഇനി എന്താകും? മറ്റെല്ലാ സ്കൂളുകളിലും അഡ്മിഷൻ അവസാനിച്ചു കഴിഞ്ഞു. ഈ വിദ്യാർത്ഥികൾക്ക് 58 കുട്ടികളുടെ ഈ ഒരു അധ്യയന വർഷം നഷ്ടപ്പെടുമോ എന്നതടക്കമുള്ള ആശങ്കയിൽ തന്നെയാണ് സ്കൂളിലേക്ക് വിധി കേട്ടെത്തിയ രക്ഷിതാക്കളും. അതിനാൽ തന്നെ ഇനി എന്ത് ചെയ്യാനാകും എന്ന ഒരു സ്കൂൾ നിലനിർത്താൻ ഇനി എന്ത് ചെയ്യാനാകുമെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി യോഗം വിളിച്ചിരിക്കുകയാണ് സ്കൂൾ സംരക്ഷണ സമിതി പ്രവർത്തകർ. അജിംഷാദ്. ശരി വിനിഷ വൃന്ദാവനാണ് വിവരങ്ങൾ നൽകിയത്. മലാപ്പറമ്പ് സ്കൂളിനെ രക്ഷിക്കാനുള്ള സർക്കാരിൻ്റെ അവസാനത്തെ ശ്രമവും പാളി. സുപ്രീം കോടതിയിൽ നിന്നും അടച്ചുപൂട്ടൽ വിധി എത്തിയിരിക്കുന്നു. ഇതിൻ്റെ വിവരങ്ങൾ കൂടിയാണ് വിനിഷ വൃന്ദാവൻ നൽകിയത്.
മറ്റൊരു വാർത്തയിലേക്ക്. ഹരിപ്പാട് മെഡിക്കൽ കോളേജിലെ ഓഹരി ഇടപാടുകളിലും ക്രമക്കേട്. ഓഹരി ഉടമകളിൽ അധികവും അബ്കാരികളും റിയൽ എസ്റ്റേറ്റുകാരും. സെന്റിന് 5000 രൂപ വിലയുള്ള ഭൂമി ഇവർ വാങ്ങിയത് 2 ലക്ഷം രൂപയ്ക്ക്. ഡയറക്ടർ ബോർഡിലുള്ള പലരും ബിനാമികളാണെന്നതിനുള്ള തെളിവ് പീപ്പിൾ TV പുറത്തുവിട്ടു. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ഹരിപ്പാട് പണിയാൻ ഉദ്ദേശിക്കുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ ഓഹരി ഉടമകളിലധികവും അബ്കാരികളും റിയൽ എസ്റ്റേറ്റ് മാഫിയയുമാണെന്ന് ആക്ഷേപം ഉയരുന്നത്. 300 കോടിയോളം രൂപ മുടക്കിയാണ് സ്വകാര്യ മേഖലയ്ക്ക് സഹായകരമാകുന്ന മെഡിക്കൽ കോളേജ് പണിയുന്നതിന് ഹരിപ്പാട് MLA രമേശ് ചെന്നിത്തല നീക്കം നടത്തുന്നത്. ഹരിപ്പാട് സ്വന്തമായി ബാറുകളും നിരവധി കള്ളുഷാപ്പുകളുമുള്ള അബ്കാരിയുടെ പേരിലാണ് ഒരു ഓഹരി എടുത്തിരിക്കുന്നത്. ബിനാമി പേരിലാണ് BDJ സ്ഥാനാർത്ഥിയായി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട മുൻ ദേവസ്വം ബോർഡംഗം ഓഹരി എടുത്തിരിക്കുന്നത്. കൂടാതെ നിരവധി റിയൽ എസ്റ്റേറ്റുകാരും ബോർഡംഗങ്ങളായുണ്ട്. സെന്റിന് 2000 മുതൽ 8000 രൂപ വിലയുള്ള നിലം 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ നൽകിയാണ് ആശുപത്രി പണിയാൻ എടുത്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിനായി 13 ഏക്കർ സ്ഥലം എടുത്തതിൽ മാത്രം 10 കോടിയോളം രൂപയാണ് ചിലവഴിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ സർക്കാർ സഹായത്തോടെ വ്യാപകമായി അഴിമതി നടത്തുന്നതായാണ് ആരോപണമുയരുന്നത്. സംസ്ഥാന സർക്കാരിന് 26% മാത്രം ഓഹരിയുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യ മെഡിക്കൽ കോളേജ് പണിയുന്നതിനായാണ് MLA രമേശ് ചെന്നിത്തല തിടുക്കം കൂട്ടുന്നത്. ഇതിന് പിന്നിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചും വ്യാപകമായി ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പെരുമ്പാവൂർ ജിഷ കൊലപാതക കേസിൽ മുൻ DGP TP സെൻകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് JB കോശി അതൃപ്തി രേഖപ്പെടുത്തി. കേസിൽ പോലീസിന്റെ വീഴ്ച മറച്ചുവെക്കുന്നതായുള്ള റിപ്പോർട്ട് അപൂർണമാണെന്നും വിശദമായ പുതിയ റിപ്പോർട്ട് അടുത്ത മാസം 5-ന് തന്നെ സമർപ്പിക്കണമെന്നും JB കോശി മുൻ DGP TP സെൻകുമാറിന് നിർദ്ദേശവും നൽകി. പെരുമ്പാവൂർ ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ വീഴ്ചയും അന്വേഷണം ഇഴയുന്നതും സംബന്ധിച്ച നിരവധി പരാതികൾ മനുഷ്യാവകാശ കമ്മീഷനിലെത്തിയ സാഹചര്യത്തിലാണ് മുൻ DGP TP സെൻകുമാറിനോട് അന്വേഷണത്തിലെ വിശദാംശങ്ങൾ ഉൾപ്പെടുന്ന റിപ്പോർട്ട് നൽകാൻ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് JB കോശി ഉത്തരവിട്ടിരുന്നത്. അതേസമയം മുൻ DGP TP സെൻകുമാർ മനുഷ്യാവകാശ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് അപൂർണമാണെന്ന് പറഞ്ഞ ചെയർമാൻ ജസ്റ്റിസ് JB കോശി റിപ്പോർട്ടിൽ അതൃപ്തിയും രേഖപ്പെടുത്തി. ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം എന്നാണ് വീട് സീൽ ചെയ്യുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. സീൽ ചെയ്യാൻ താമസിച്ചതിൻ്റെ കാരണം എന്താണ്, അതിന് ആവശ്യ ഉദ്യോഗസ്ഥരുടെ പേരുകൾ എന്താണ്, അത് ഞാൻ ചോദിച്ചിരുന്നു. അതിന് മറുപടിയില്ല. താൻ ആവശ്യപ്പെട്ട റിപ്പോർട്ടിൽ FIR, പോസ്റ്റ്മോർട്ടം, ഇൻക്വസ്റ്റ് എന്നിവയുടെ പകർപ്പുകളില്ലെന്നും JB കോശി പറഞ്ഞു. ഇതൊക്കെ പോലീസിന്റെ വീഴ്ച വ്യക്തമാകുന്നതാണെന്നും വിശദമായ റിപ്പോർട്ട് അടുത്ത മാസം 5-ന് ഹാജരാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും കോശി പറഞ്ഞു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മദ്യനയത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ കലാപം രൂക്ഷമാകുന്നു. തെരഞ്ഞെടുപ്പിൽ മദ്യനയം തിരിച്ചടിയുണ്ടാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞു. ഇക്കാര്യത്തിൽ നേതൃത്വത്തിന് പരാജയം സംഭവിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം മദ്യനയത്തിൽ സ്വീകരിച്ച നിലപാട് ശരിയാണെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് KPCC അധ്യക്ഷൻ VM സുധീരൻ. നേതൃമാറ്റമെന്ന ആവശ്യം മാധ്യമ സൃഷ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. മദ്യനയം അപ്രായോഗികമെന്ന് അറിഞ്ഞുകൊണ്ടാണ് നടപ്പാക്കിയതെന്ന മുൻ എക്സൈസ് മന്ത്രി K ബാബുവിന്റെ നിലപാടിന് തൊട്ടുപിന്നാലെയാണ് പ്രമുഖ നേതാക്കളും വ്യത്യസ്തമായ അഭിപ്രായവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മദ്യനയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. നേതൃത്വത്തിന് പാളിച്ച പറ്റിയെന്ന് സുധീരനെ ഉന്നം വച്ചും ചെന്നിത്തല ആഞ്ഞടിച്ചു. അത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളുടെ വിലയിരുത്തലിലുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നേതൃത്വത്തിനും അണികൾക്കും ഒക്കെ പാളിച്ചുകൊണ്ടാണല്ലോ ഞങ്ങൾ പരാജയപ്പെട്ടത്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ പരിശോധിക്കും. അതേസമയം മദ്യനയത്തിൽ യാതൊരു അപാകതയുമില്ലെന്നും UDF എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്നുമാണ് VM സുധീരൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാര്യങ്ങൾ ഹൈക്കമാൻഡുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സുധീരൻ അറിയിക്കും. നേതൃമാറ്റം എന്ന കാര്യം ചർച്ചാ വിഷയമായിട്ടില്ലെന്നും മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും KPCC അധ്യക്ഷൻ വ്യക്തമാക്കുന്നു. അതിശയോക്തിപരമായിട്ടുള്ള പല റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ വരത്തക്ക രീതിയിൽ തെറ്റായി അവിടെ ഒരു ബ്രീഫിംഗ് കൊടുത്തു. നിങ്ങളോട് പറഞ്ഞ ആരും അവിടെ പറഞ്ഞിട്ടില്ല. അവിടെ പറയാത്ത കാര്യങ്ങൾ ഇവിടെ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവി മുൻനിർത്തി സുധീരനെതിരെ പടയൊരുക്കത്തിനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസിലെ A ഗ്രൂപ്പും I ഗ്രൂപ്പും. എന്നാൽ ഹൈക്കമാൻഡിന്റെ പിന്തുണ ഉള്ളതിനാൽ തൽക്കാലം നേതൃമാറ്റം എന്ന ആവശ്യം നടക്കാനിടയില്ല. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ, തിരുവനന്തപുരം. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വിഷാംശമുള്ള പച്ചക്കറികൾ കൊണ്ടുവന്നാൽ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 50,000 ഹെക്ടറിൽ കൂടി പച്ചക്കറി കൃഷി സർക്കാർ വ്യാപിപ്പിക്കും. തിരികെ മടങ്ങാം ജൈവികതയിലേക്ക് എന്ന പദ്ധതിയിലൂടെ ജൈവ പച്ചക്കറിത്തോട്ടത്തിന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ തുടക്കവുമായി. ലോക പരിസ്ഥിതി ദിനത്തിനോടനുബന്ധിച്ചാണ് SFIയുടെ മേൽനോട്ടത്തിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ജൈവ പച്ചക്കറിത്തോട്ടത്തിന് തുടക്കമായത്. തിരികെ മടങ്ങാം ജൈവികതയിലേക്ക് എന്ന പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാഴത്തൈ നട്ടുകൊണ്ടാണ് തുടക്കം കുറിച്ചത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പച്ചക്കറി കർശന പരിശോധന നടത്തും.
വിഷാംശമുള്ള പച്ചക്കറി കൊണ്ടുവന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആ പച്ചക്കറി കൊണ്ടുവരുന്നവര് വിഷരഹിത പച്ചക്കറിയാണ് എന്ന് ഉറപ്പുവരുത്തണം. വിഷമുള്ള പച്ചക്കറിയാണെങ്കിൽ പിന്നെ അവർക്ക് ഇങ്ങോട്ട് പച്ചക്കറി കൊണ്ടുവരാനുള്ള അനുമതി ഇല്ലാതാകും. മറ്റ് നിയമ നടപടികൾ അവരുടെ മേൽ സ്വാഭാവികമായിട്ടും വരികയും ചെയ്യും. ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത് 50,000 ഹെക്ടർ സ്ഥലത്ത് കൂടി പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കണമെന്നാണ്. വാഴകൃഷിക്ക് പുറമെ പച്ചക്കറികളായ ചീര, വഴുതന, തക്കാളി എന്നീ തൈകളും കോളേജ് വിദ്യാർത്ഥികൾ നട്ടു. പച്ചക്കറി കൃഷിയുടെ വളർച്ച പരിശോധിക്കാൻ 2 മാസം കഴിയുമ്പോൾ താൻ എത്താമെന്നും മുഖ്യമന്ത്രി വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകി. പരിസ്ഥിതിക്കും വികസനത്തിനും സന്തുലിതമായ സാഹചര്യം സൃഷ്ടിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കാർഷികോൽപ്പന്നങ്ങൾക്ക് മികച്ച വില ഉറപ്പാക്കാനായി സംസ്ഥാനവും കേന്ദ്രവും സംയുക്തമായി ഇവ സംഭരിക്കേണ്ടതുണ്ടെന്നും പിണറായി വ്യക്തമാക്കി. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ പരിസ്ഥിതി ദിനാചരണം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചി മെട്രോ 2017 മാർച്ചിൽ പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ഇതിനായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, യോഗത്തിൽ എന്തൊക്കെയാണ് തീരുമാനങ്ങൾ? അജിംഷാദ്, കൊച്ചി മെട്രോ റെയിൽ 2017 മാർച്ചിൽ യാഥാർത്ഥ്യമാക്കത്തക്ക വിധത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ ചേംബറിൽ ചേർന്ന കൊച്ചി മെട്രോയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താനായി ചേർന്ന യോഗത്തിന്റേതാണ് തീരുമാനം. അതുകൊണ്ട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്രൈമാസ അടിസ്ഥാനത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാനെന്നും ഇത്തരത്തിൽ ത്രൈമാസ റിപ്പോർട്ട് ലഭ്യമാക്കണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. നിർമ്മാണ പുരോഗതി മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇ ശ്രീധരന്റെ കൂടി സൗകര്യം പരിഗണിച്ചുകൊണ്ട് KMRLന്റെയും DMRCയുടെയും സംയുക്ത യോഗം വിളിക്കാനും ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അജിംഷാദ്. ശരി ഷീജ. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ജൈവ കൃഷി വിജയിപ്പിക്കുന്നതോടൊപ്പം എങ്ങനെ ലാഭകരമാക്കാമെന്ന് തെളിയിക്കുക കൂടിയാണ് കൊല്ലം പുത്തൂരിലെ കർഷകനായ ബാലചന്ദ്രൻ. കൃഷിയും സംഭരണവും വിപണനവും പരാശ്രയമില്ലാതെ സ്വന്തം നിലയിൽ നടപ്പിലാക്കിയാണ് ഈ കർഷകൻ മാതൃകയാവുന്നത്. 10 ഏക്കറോളം വരുന്ന ഭൂമിയിലാണ് ബാലചന്ദ്രന്റെ ജൈവ കൃഷി. വെണ്ടയ്ക്ക, വഴുതന, തക്കാളി, മുളക്, വാഴ തുടങ്ങി കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള കൃഷിയിലൂടെ ഒരു ദിവസം മിനിമം ഒരിനം മാത്രം 500 കിലോയോളം പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നു. കൃഷി വകുപ്പിന്റെ നിർദ്ദേശവും സഹായം കൂടി ആയതോടെ ബാലചന്ദ്രന്റെ ജൈവകൃഷി മെഗാ ഹിറ്റായി. എന്നുമാത്രമല്ല, വിഷരഹിത പച്ചക്കറി വാങ്ങുന്ന ഉപഭോക്താക്കളെ കൂടി അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. നമ്മുടെ അടുക്കളയിൽ പാചകത്തിന് കോളിഫ്ലവറിനു പകരം വാഴക്കൂമ്പ് ഉപയോഗിക്കാമെന്ന നിലപാട് സ്വീകരിച്ചാൽ അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ മുമ്പോട്ടു പോകാനാകുമെന്ന് ബാലചന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നു. ഈ എല്ലാ പച്ചക്കറിയും ഉണ്ടെങ്കിലേ പാചകം ചെയ്യാൻ പറ്റൂ എന്നൊരു ധാരണ ഉണ്ട്. ആ ധാരണ മാറ്റണം. നമ്മൾ ഈ തമിഴ്നാട്ടുകാരൻ ഉണ്ടാക്കി തരുന്ന എല്ലാ സാധനത്തിനും അനുസരിച്ചാണ് നമ്മൾ അടുക്കളയിലെ മെനു തീരുമാനിച്ചത്. അത് മാറ്റിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിനനുസരിച്ച് അടുക്കളയിലെ മെനു തീരുമാനിക്കണം. കോളിഫ്ലവർ ഉണ്ടെങ്കിലേ തോരൻ വെക്കുമെന്ന് നിർബന്ധം പിടിക്കണ്ട. അത് വാഴക്കൂമ്പായാലും മതി. സ്വന്തം വിപണന കേന്ദ്രമാണ് ബാലചന്ദ്രന്റെ വിജയ രഹസ്യം. കൃഷിയും സംഭരണവും വിപണനവും ഒരു കൂടക്കീഴിൽ എത്തിക്കാൻ കഴിഞ്ഞതാണ് ബാലചന്ദ്രൻ എന്ന കർഷകന്റെ വിജയത്തിന് ആധാരം. പുത്തൂരിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. റമദാൻ വ്രതം തുടങ്ങി. റമദാൻ വ്രതം ആരംഭിച്ചു. കോഴിക്കോട് കാപ്പാട് മാസപ്പിറവി കണ്ടതിനെ തുടർന്നാണ് വ്രതം ആരംഭിച്ചത്. മനസ്സും ശരീരവും വിശ്വാസികൾ അള്ളാഹുവിൽ സമർപ്പിച്ച് ഒരു മാസക്കാലം സുബഹി നമസ്കാരം മുതൽ മഗ്രിബ് നമസ്കാരം വരെ ഭക്ഷണം ഉപേക്ഷിക്കും. വ്രതാനുഷ്ഠാനങ്ങളുടെ നാളുകളിൽ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയും ഖുർആൻ പാരായണവും നടക്കും. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി ഉൾക്കൊണ്ട് വിശ്വാസികൾ ദാനധർമ്മങ്ങൾ നടത്തുന്ന പുണ്യമാസം കൂടിയാണ് റംസാൻ. അവസാന പത്തിലെ ലൈലത്തുൽ ഖദർ പുണ്യദിനമായാണ് കണക്കാക്കുന്നത്. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം ശവ്വാൽ മാസപ്പിറവിയുടെ വരവറിയിച്ച് മനത്ത് ചന്ദ്രക്കല തെളിയുന്നതോടെ ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. അസ്തമയം വൈകിയതിനാൽ ദൈർഘ്യമേറിയ റംസാൻ ദിനങ്ങളാണ് ഇത്തവണ വിശ്വാസികളെ കാത്തിരിക്കുന്നത്. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.